സോ നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച ഗ്ലൂ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പം ബ്രൈറ്റ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഷൂസൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് നിങ്ങൾ ഈ സാധനം ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മൾ ഇപ്പം നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡ്സിനും അതുപോലെ തന്നെ അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വാനിറ്റി ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പുതിയതായിട്ട് കുറച്ച് സാധനങ്ങൾ അതിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഞാൻ പലപ്പോഴും ഈ ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ സമയത്ത് ചില കാര്യങ്ങൾ ഇപ്പം ക്ലോത്ത് ഫിക്സ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഫിക്സ് ചെയ്യാനാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പം ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആ പ്രോപ്പർ സാധനം ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും, എന്തെങ്കിലും ജുഗാഡൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ പശു നക്കിയ പോലെയാണ് എൻ്റെ മുടി ഇപ്പോൾ ഇരിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഇടാം കേട്ടോ. കുറച്ച് മാറ്റമൊക്കെ മുടിക്ക് വരുത്തിയിട്ടുണ്ട്, ഏതാന്നൊക്കെ ഉള്ളത് ഞാൻ ഇടാം. അതും കൂടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സായി പോകും, അതുകൊണ്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. ബ്രൈഡ്സ് എന്തായാലും ഹെവി ഇയറിങ്സ് ഇടാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ സംഭവങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഇപ്പം നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സിറോണയുടെ ഈ ഒരു അൺറാം സ്വെറ്റ് പാഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഷോർട്സും ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 2 പാക്കറ്റാണ് കിട്ടുന്നത്, 24 പാഡ്സ് ആണ് കിട്ടുന്നത്. ഇതുപോലെയാണ് ഒരു പാഡ് കാണാനായിട്ട്. ഈ ഒരു സാധനത്തിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഇത് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബ്ലൗസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ സ്വെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലായിരിക്കും അബ്സോർബ് ആവുന്നത്. അപ്പോൾ പുറത്തോട്ട് ആ ഒരു ഇത് കാണില്ല. ഞാൻ ഈ ഒരു സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ സ്വെറ്റ് പുറത്ത് കാണുന്ന രീതിയിൽ വരും, അത് ഭയങ്കര വൃത്തികേടാണ്. ഫോട്ടോയിലൊക്കെ വരുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വെറ്റ് പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഹീൽ പാഡ്സ് ആണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ചില ഷൂസ് ഒക്കെ ഇടൂല്ലേ, ഇപ്പോൾ കല്യാണ സമയത്തൊക്കെ ഈ ഹെവി ആയിട്ടുള്ള ഷൂസ് ഇടുകയാണെങ്കിൽ തന്നെ നമ്മുടെ കാലൊക്കെ വെണ്ട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹീൽസിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 2 സാധനം കിട്ടും. ഓക്കെ, ഇതുപോലെ നമ്മളെ ഉപ്പൂറ്റിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഷൂസിൻ്റെ ഉള്ളിലേക്ക് ഇത് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഇളക്കിയിട്ട്, ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ ഭാഗം പൊട്ടുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലത്തെ 2 പാഡ്സ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഇത് അതിൽ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഷൂസിൽ മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്യാരി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമല്ല, ബട്ട് ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ബ്രൈഡിൻ്റെ കയ്യിലും അതില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. അപ്പം അത് നല്ലൊരു ക്ലയൻറ്റിനെ കംഫർട്ടബിളായിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, നിർബന്ധമല്ല. ഓക്കെ, അപ്പം ബ്രൈഡ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഷൂസൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് നിങ്ങൾ ഈ സാധനം ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്രൈഡ്സും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ ഇത് ക്യാരി ചെയ്താൽ നല്ലതായിരിക്കും. ബിക്കോസ് ബ്രൈഡ്സ് എന്തായാലും ഹെവി ഇയറിങ്സ് ഇടാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ സംഭവങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് നോക്കുക. ഇതിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഹെവി ഇയറിങ് ആണെങ്കിൽ ഇതുപോലത്തെ സാധനം കിട്ടും. ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ഇയറിങ്സ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ പണ്ട് ചെയിനൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ ഇവിടന്നേ ഇങ്ങനെ തൂക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇവിടന്നേ നമുക്ക് ഇയറിങ്സ് തൂക്കിയിട്ട് ഇതുവഴി ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഇയറിങ്സ് ഹോൾഡ് ചെയ്യണം, ഇവിടെ ബാക്കിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ നമ്മുടെ ഇയറിങ്സ് ഹോൾഡ് ചെയ്ത് നിൽക്കും. അത്രയും ഹെവിനെസ് നമുക്ക് തോന്നത്തില്ല. ഇത് ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ഇത് പുറത്തറിയത്തുമില്ല. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. സോ ഇതുപോലത്തെ ഒരു 3 പീസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്, 3 പെയർസ്. ഓക്കെ, അപ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്യാരി ചെയ്താൽ നല്ലതായിരിക്കും. ചില സമയങ്ങളിൽ ബ്രൈഡിൻ്റെ കയ്യിൽ ഇത് ഉണ്ടാവില്ല, അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതും ഇതുപോലെ തന്നെ ഈ ചെവിയിൽ ഈ നമ്മുടെ
ഇടുന്ന ഒരു ഭാഗത്തില്ലേ ഈ ഹോൾ, ചിലർക്ക് വലുതൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ ചിലത് ഈ സ്പേസ് ഉണ്ടാവില്ല, ഇത്രയും വലിയ ഇയറിങ്സ് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആ ചെവിക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു ഇതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ആയിട്ട് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, ഈ ഒരു ഭാഗത്തായിട്ട് ബാക്ക് സൈഡിൽ. എന്നിട്ട് ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഹെവിനെസ് തോന്നില്ല. വലിയ ഹോളൊക്കെ ആയി ചിലർക്ക് കീറിയിട്ട് വലിയ ഹോളായ സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ഈ സാധനം ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ കമ്മലിടാനായിട്ട് പറ്റും. സോ ഇത് നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് രണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ട് ഐറ്റമാണ്. സോ ഞാൻ ഇതിപ്പം 2 സെറ്റായിട്ട് വാങ്ങിച്ചതിൽ ഇയർ ലോബ് ടേപ്പും കൂടെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. ഇതിൽ രണ്ടും കിട്ടുന്നുണ്ട്, ഈ ഇൻവിസിബിൾ സാധനവും കിട്ടുന്നുണ്ട്, ഇയർ ലോബ് ടേപ്പും കിട്ടുന്നുണ്ട്. ഇത് ഇയർ ലോബ് ടേപ്പ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്, അതും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 2 സെപ്പറേറ്റ് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. രണ്ടിൻ്റെ യൂസേജ് സെയിം തന്നെയാണ്. ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഹോൾഡ് ചെയ്യുക, പിന്നെ ഈ വലിയ ഹോൾ ഉണ്ടെങ്കിൽ ഈ ഒരു പാച്ച് ഒട്ടിച്ചിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇയറിങ്സ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും ഈ ഒരു ടേപ്പ്. ചിലർക്ക് വലിയ ഹോളൊക്കെ ആയിരിക്കുമല്ലോ. സോ ബ്രൈഡിൻ്റെ അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ആർക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ചെയ്യാം, ബ്രൈഡിൻ്റെ അമ്മമാരത് മാത്രമല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളെ ക്ലോത്ത് ഒട്ടിച്ച് വെക്കാനുള്ള ടേപ്പാണ്. ഓക്കെ, ഇത് ബോഡി ക്ലോത്തിങ് ടേപ്പാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഈ ടേപ്പിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇതിങ്ങനെ ഇളകി വരാൻ ചാൻസ് കൂടുതലാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കില്ല. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ സെലോ ടേപ്പ് മാതിരി തന്നെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കീറിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ചെറിയ രീതിയിലുള്ള ക്ലോത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. വലിയ ഹെവി ക്ലോത്തും നമുക്ക് ഇതിൽ ഒട്ടിക്കാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിത് വലിയ പ്രൊമോട്ട് ചെയ്യാത്തത്. ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇതിൻ്റെ പശ ഇളവിയതാണോ എന്ന് എനിക്കറിയാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും ഈ ഒരു സംഭവം. കുറച്ച് നാളായി ഇതിൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വളരെ നൈസ്. ഇതൊക്കെ വേണമെങ്കിൽ ഇതിൽ ഒട്ടിയിരിക്കും. നൈസായിട്ടുള്ള ക്ലോത്ത്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഗമ്മാണ്. ഓക്കെ, ഇത് വന്നിട്ട് ക്ലിങ്ങി ബോഡി ഗ്ലൂ ആണ്. മെസോഫ്റ്റ എന്ന് പറഞ്ഞ് അതിൻ്റെ ബ്രാൻഡ് നെയിം മെസോഫ്റ്റ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ മെസോഫ്റ്റ ആണ് ബ്രാൻഡ് നെയിം. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും, വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ ആകുമ്പോഴത്തേക്കും ബോഡി, ഞാനിത് സത്യത്തിൽ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണ്. സോ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് പശ ഒട്ടിച്ച് കൊടുത്തു, എന്നിട്ട് ക്ലോത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് മാത്രം നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി, യൂസ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം ഇത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. സോ ഈ വീഡിയോയുടെ അവസാനം ഇത് വർക്കാവോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ക്ലോത്ത് ഗ്ലൂ, ബോഡി ഗ്ലൂ. ഓക്കെ, ക്ലോത്ത് ഗ്ലൂ അല്ല, ബോഡി ഗ്ലൂ. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നതാണ്, മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റും യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഇത് വന്നിട്ട് ഫെവിക്കോളിൻ്റെ ഗ്ലൂ ഡ്രോപ്സ് ആണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നെറ്റ് ചുട്ടി വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർണമെൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു ഗ്ലൂ ഡ്രോപ്പ് പോലെ, ചെറിയൊരു ഡ്രോപ്പ് പോലെയാണ്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇതുപോലെ ഡ്രോപ്പ് ഉണ്ടാവും. ഇത് ജസ്റ്റ് നമ്മുടെ ക്ലോത്തിൽ ഫിക്സ് ചെയ്യോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സിൽ കൊടുത്തിട്ട് ആ ഓർണമെൻറ്റ്സ് ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ ഇരുന്നോളും. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും മാറാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഞാൻ യൂസ് ചെയ്തിടത്തോളം അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇളവി വരാറുണ്ട്, തിരിച്ചൊട്ടിച്ച് വെച്ച് അതുപോലെ തന്നെ ഒട്ടിയിരിക്കാറുമുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇത് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ സാരിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. അത് സൂക്ഷിച്ച് ഇളക്കിയെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. അതുകൊണ്ടാണ് മിക്കവരും പ്രിഫർ ചെയ്യാത്ത കാര്യം. കൂടിയ സാരീസിലൊക്കെ ഇത് ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ അത് ഇളക്കുമ്പോഴത്തേക്കും സാരി കേടാവാൻ ചാൻസ് കൂടുതലാണ്. സോ അത് സൂക്ഷിച്ച് ഇളക്കി കഴിഞ്ഞാൽ വലിയ വിഷയമില്ല. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, ഗ്ലൂ ഡ്രോപ്സ്. വലിയ വാല്യൂ ഇല്ല ഇതിന്. സോ നെക്സ്റ്റ് വൺ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക. അതായത് ബ്രൈഡ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ എന്തായാലും ഈ സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ സാരി ഡ്രേപ്പിസ്റ്റിൻ്റെ കയ്യിൽ എന്തായാലും ഇതുണ്ടാവും. ബ്രൈഡ്സ് നിങ്ങൾ വെച്ചിരിക്കുക. ബിക്കോസ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പിന്നെ വേണ്ടി വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ പിൻസ് വേണ്ടി വരാം. സോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടിലും സോ അവർക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടണം എന്നുണ്ടാവില്ല. അവർ വർക്കിന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനം പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് അവർക്ക് ബുദ്ധിമുട്ടാവും. സോ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഒരു എന്താ പിന്നിൻ്റെ സെറ്റ് വാങ്ങിച്ചു വയ്ക്കുക. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ഇതുപോലെ പല സൈസിലും പല കളേഴ്സിലും പിൻസ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം വലിയ വലിയ സൈസിലുള്ളതാണ്. വലിയ സൈസിലുള്ളതാണ്. ഇത് മിഡ് റേഞ്ച് സൈസിലുള്ളതാണ്. അതിലും ചെറിയ സൈസിലുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് ഗോൾഡൻ പിൻസും ഉണ്ട്. സോ ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ സാരിയുടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോ ഈ ഒരു പിന്നും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇത്രയും പിൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതും 200 റുപ്പീസിനകത്താണ് വരുന്നത്. അല്ലാതെ സ്റ്റോറിൽ പോയി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനം കിട്ടും. ഈ ഒരു പിന്നും നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കാം. ഓക്കെ, സോ ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ കറൻ്റ്ലി എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ വാനിറ്റിയിൽ എടുത്ത് വെക്കാൻ വേണ്ടി ഇപ്പം കറൻ്റ്ലി എടുത്ത് വെച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ താഴെ നിന്ന് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത പാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ഗ്ലൂ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, വലിച്ചിട്ട് വരുന്നില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ വലിക്കുന്നുണ്ട്. അതായത് ടു മച്ച് സ്ട്രോങ് അല്ല. ഇതാ ഇവിടെയാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ വലിക്കുമ്പോൾ എൻ്റെ സ്കിന്നും കൂടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് സാധനം. ഞാൻ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇറിറ്റേഷൻ ആവുകയാണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഇളക്കിയെടുക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കണ്ട സോ തംസ് അപ്പ്, നല്ലൊരു പ്രോഡക്റ്റാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബ്രൈഡ്സ് ആവാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.